ഇന്ന് എന്റെ കല്യാണം. സ്റ്റാർട്ട് ചെയ്യല്ലേ വെയിറ്റ്. അഭി എന്താ പറഞ്ഞ അറിയൂ? ശരിക്കും എക്സൈറ്റഡ് ആണ്. ഞാൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ആക്ച്വലി പുള്ളിക്കാരുടെ ലുക്കും പുള്ളിക്കാരിയും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കോളേജിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ എൻ്റെ ഫ്രണ്ട് വഴിയാണ് അച്ഛനെ കാണുന്നത്. അയ്യോ, ലവ് മാരേജ് ആണെന്ന് ലേറ്റസ്റ്റ് അറിയില്ല. കട്ടി കൊച്ചേട്ടാ. ലവ് സ്റ്റോറി ഞാനും അഭിയും മീറ്റ് ചെയ്യുന്നത് കോളേജിൽ വെച്ചാണ്. സെൻറ്റ് അലോഷ്യസ് ഞങ്ങൾ PG ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ജേർണലിസം, അഭി ലിറ്ററേച്ചർ. ശരിക്കും അഭി എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ അശ്വതി എന്നൊരു ക്യാരക്ടർ എനിക്കറിയുള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ അവളിങ്ങനെ പറയും, അശ്വതി നിന്നെ കാണാൻ വെയിറ്റിംഗ് ആണ്. പുള്ളിക്കാരി അതുപോലെ അവിടെയും പറയും അച്ഛനോടും, അഭി നിന്നെ കാണാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്, എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞു. തോടുടയ സെവിയൻ വിടയേറിയോർ തൂവെൺമതി സോടി കാടുടയ സുടലൈ പൊടി പോ. തരക്കേടില്ലാത്തൊരു ചെറുക്കനാന്ന് തോന്നി. പിന്നെ വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആദ്യം തന്നെ അച്ചോട്ടൻ ഫ്ലാറ്റ്. അച്ചോട്ടനെയാണ് അഭി ആദ്യം തന്നെ കയ്യിലെടുത്തത്. അമ്മയ്ക്കും ചേച്ചിക്കും എല്ലാവർക്കും, ഇപ്പം എന്നെക്കാളും എല്ലാവർക്കും ഇഷ്ടം അഭിനെയാണ്. അതെന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു ടെൻഷൻ. അവർക്ക് എന്നെ ഇഷ്ടപ്പെടുമോ, അതൊക്കെ ഒരു ടെൻഷനായിരുന്നു എനിക്ക്. ആദ്യമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ തന്നെ അമ്മയൊക്കെ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു, ഭയങ്കര വോമാണ്. അപ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ല വീട്ടിലേക്ക് ചെല്ലാനൊക്കെ. ലൈക്ക് അവരുടെ ഒരു മോൻ, അതാണ് ഞാനിപ്പോൾ. അതെനിക്ക് തന്നെ അറിയാം. ഐ ആം സോ ഷുവർ അബൌട്ട് ദാറ്റ്. ഇപ്പോൾ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് അവരെടുക്കുന്ന എഫേർട്ടും കാര്യങ്ങളും, കഴിഞ്ഞ ദിവസമൊക്കെ ബാച്ചിലേഴ്സ് പാർട്ടിയൊക്കെ ഒരു രക്ഷയില്ല. ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ അതൊരു പരിപാടി എക്സ്പെക്ട് ചെയ്തേയില്ല. ഞങ്ങൾ ചുമ്മാ വന്ന് കാണുക പോവുക എന്നുള്ള പരിപാടിക്കാണ് പറഞ്ഞത്. പക്ഷെ അശോകേട്ടൻ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ട്.
ക്ലാസ്സിലാണ് ആദ്യമായിട്ട് സ്കൂളിൽ കാണുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ വിട്ടു പിരിഞ്ഞിട്ടേ ഇല്ല. എൻ്റെ വീട് കണ്ടുപിടിച്ച് അവൻ വന്നിട്ടുള്ള അല്ലാതെ ഞാൻ അവൻ്റെ വീട്ടിൽ വളരെ കുറച്ചേ പോയിട്ടുള്ളൂ. പക്ഷെ എന്നാലും എന്നാ പറയുക, എൻ്റെ വീട്ടിലും ഇവൻ ഒരു അംഗത്തെ പോലെ എൻ്റെ കുടുംബക്കാർക്കും എല്ലാവർക്കും ഇവനെ അറിയാം. പിന്നെ ഒത്തിരി സന്തോഷമുണ്ട്. കല്യാണം കഴിച്ച് അവൻ ആദ്യം കല്യാണം കഴിക്കുമെന്ന് ഒട്ടും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. എന്നാലും പിന്നെ വളരെയധികം സന്തോഷം. ഇവൻ നമ്മുടെ ചങ്കാണ്. പിന്നെ ഇപ്പം ജർമ്മനിയിലാണ്, അതുകൊണ്ട് മാത്രം കല്യാണത്തിന് കൂടാൻ പറ്റാത്ത. പിന്നെ ഇവൻ്റെ കൂടെ LKG തൊട്ട് പഠിച്ചതാണ്. എൻ്റെ കൂടെ 4ാം ക്ലാസ് തൊട്ടും. പിന്നെ അവൻ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. അവനും പോസ്റ്റ് ചെയ്യാനായിട്ട് ഫോട്ടോ ഇതെല്ലാം കിട്ടാനായിട്ട്. അതെ, വെയിറ്റിംഗ് ഫോർ അച്ചു. ഒരു 1 hour കൂടെ ഉള്ളൂ ആ വെയിറ്റ്. ഇതെന്റെ മാക്സിമം ആണ്. இளமையின் நன்கொடையே இன்னிசையளபடைய இளமையின் நன்கொடையே இருக்கையை விடுத்து இறக்கையும் சேர்த்து இருகையில் சலங்கைகள் ஒலிக்க சந்தைகள் பிறக்க சதுரிடவாமுதே சதுரிடவாமுதே அச்சில் ஆண்டை மதுமையும் நீயே அச்சில் விளங்கும் கர்வமும் நீயே